അങ്ങനെ മോഹൻ ബഗാൻ ഹ്യൂജ് ട്രാൻസ്ഫർ കൊടുത്ത് ഒരു താരത്തെ സ്വന്തമാക്കാൻ പോവുകയാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ഇന്ത്യൻ താരമായ അഭിഷേക് മേട്ടെ പഞ്ചാബിൻ്റെ സൂപ്പർ താരമാണ്. താരം എന്തായാലും പഞ്ചാബ് വിടുമെന്നാണ് ഇപ്പോഴുള്ള അപ്ഡേറ്റുകൾ. അതുകൂടാതെ തന്നെ താരത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം താരത്തിന് ഒരു ട്രാൻസ്ഫർ ഫീ വഴി കൊണ്ടുവരാനാണ്. അതായത് ട്രാൻസ്ഫർ ഫീ ആദ്യമേ കൊടുക്കാനിരുന്ന തുക എന്ന് പറയുന്നത് മോഹൻ ബഗാൻ 1.5 CR ആണ്. അതായത് 1.5 കോടിക്ക് അടുത്ത് രൂപയായിരുന്നു കൊടുക്കാനിരുന്നത്. പക്ഷേ അതവർ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ മോഹൻ ബഗാൻ കൊടുക്കാനിരിക്കുന്നത് 8 കോടി രൂപയാണ് മോഹൻ ബഗാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് 8.1 CR. ഇത് കേരളവും മറ്റ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സ്വന്തമാക്കുമോ എന്തോ ഒന്ന് കണ്ട് തന്നെ അറിയണം. കാരണം മോഹൻ ബഗാനായിട്ട് ചിലപ്പോൾ സ്വന്തമാക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അങ്ങനത്തെ അപ്ഡേറ്റുകളൊക്കെയാണ് വരുന്നത്. ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ എടുത്ത് താരത്തിനെ എത്തിക്കാൻ തന്നെയാണ് മോഹൻ ബഗാൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും അതുകൂടാതെ തന്നെ പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ താരത്തിന് മറ്റ് ഒരുപാട് ക്ലബ്ബുകൾ ഓഫർ ചെയ്തു. എന്നിട്ടും താരത്തിനെ സ്വന്തമാക്കാൻ മറ്റു ക്ലബ്ബുകൾക്ക് സാധിച്ചില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ കിട്ടുന്ന പഞ്ചാബിന് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും താരത്തിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. എന്തായാലും മോഹൻ ബഗാൻ ഇത്രയും പൈസ ഇറക്കി ഒരു താരത്തിനെ സ്വന്തമാക്കണമെങ്കിൽ ആ ഒരു താരത്തിന് വലിയൊരു ചുമതല തന്നെ അവർ ഏൽപ്പിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ലെഫ്റ്റ് ബാക്ക് ശക്തിപ്പെടുത്താൻ തന്നെയാണ് മോഹൻ ബഗാൻ നോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ലീഗ് ഷീൽഡും കപ്പൊക്കെ നേടിയ ടീമാണ്. പിന്നെ ഇത്തവണ ICL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മറുഭാഗത്തൊരിതുണ്ട്. പക്ഷേ ICL നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മോഹൻ ബഗാൻ 8 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുന്നു. അപ്പോൾ 8 കോടി എന്ന് പറയാൻ നേരത്ത് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത് 2.3 CR ഒക്കെയാണ്. അപ്പോൾ താരം ഇങ്ങനെ 8 കോടി രൂപയ്ക്ക് മോഹൻ ബഗാനിലേക്ക് വന്നാൽ താരത്തിന് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത് 17 lakh, അതായത് 17 ലക്ഷത്തിന് അടുത്ത് തുക താരത്തിന് ഏൺ ചെയ്യാൻ പറ്റൂ. ഹ്യൂജ് എമൗണ്ടാണ് ഇന്ത്യൻ പ്ലെയറിനെ സംബന്ധിച്ചോളം. ഗാവി ഏൺ ചെയ്യുന്ന ഒരു മാസത്തിലെ തുക എന്ന് പറയുന്നത് 55 ലക്ഷമാണ്. ഇവിടെ ഇത് പറയുന്നത് ഫുട്ബോൾ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഫുട്ബോൾ എക്സ്പ്രസ് പറയുന്ന പ്രകാരം 55 lakhs ഗാവി ഏൺസ് മന്ത്ലി ബാഴ്സലോണ. അത് ബാഴ്സലോണയിൽ ഗാവി ഏൺ ചെയ്യുന്നത് 55 ലക്ഷവും അതുപോലെ തന്നെ അതിപ്പോൾ മോഹൻ ബഗാനിലേക്ക് എത്തിയ 17 ലക്ഷം രൂപ അഭിഷേക് സിംഗ് സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ കണ്ടറിയാം അഭിഷേക് സിംഗ് മോഹൻ ബഗാനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന്. എന്തായാലും നടന്ന ഒരു ബിഗ് ട്രാൻസ്ഫർ ഫീ തന്നെയായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നല്ലപടി എല്ലാം നടക്കത്തെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി ടീം ഇങ്ങനത്തെ താരങ്ങളൊക്കെ സ്വന്തമാക്കും. മറ്റൊരു ടീമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും എന്നുള്ളതാണ്.